السلام عليكم ورحمة الله وبركاته. عيدكم مبارك. تقبل الله منا ومنكم. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വമേറിയ ഒരു നാൾ നമുക്ക് അനുഗ്രഹിച്ചു തന്നത് എത്തുപാടിതന്നത് പല അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ നാൾ, പല സന്തോഷങ്ങളെ കൊണ്ട് നിറഞ്ഞ നാൾ, റഹ്മത്ത് കൊണ്ട് നിറഞ്ഞ നാൾ, മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ നാൾ, ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട പരിശുദ്ധമായ വലിയ പെരുന്നാൾ നാളുകൾ അള്ളാഹു ഞങ്ങളെ എത്തുപാടി തന്നു ചൊല്ലത് അള്ളാഹു ഞങ്ങൾക്കാക്കിയ വലിയൊരു നിഅമത്തായിരിക്കരുത്. സഹോദരങ്ങളെ, പെരുന്നാൾ ചൊല്ലുമ്പോൾ അത് പല നന്മകളെയും സമ്മിലനമാണ്. പല കാര്യങ്ങളും ഒട്ടുകൂടരംഗത്തെ ഒരു നാളായിരിക്കും പെരുന്നാൾ ചൊല്ലത്. പരിശുദ്ധമായ ഇസ്ലാം ദീനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ചൊല്ലത് അതൊരു ചന്തായിരിക്കും അല്ലേ. പുതിയ പുതിയ ഡ്രസ്സുകളെ കൊണ്ടും അവക്ലീനാക്കൾ കൊണ്ടും അങ്ങനെ ഒരു സൗന്ദര്യമാണ്. പെരുന്നാൾ ചൊല്ലുമ്പോൾ അതൊരു മഹത്വമാണ്. അൽമാര കൽബിൽ വലിയൊരു മഹത്വം ഓടിവണ്ട വിഷയമാണ്. പെരുന്നാൾ ചൊല്ലുമ്പോൾ പലതിനെയും പൂർണ്ണതയായിരിക്കണം, പല വിഷയങ്ങളെയും പൂർണ്ണതയെ അവിടെങ്കത്തെ വിഷയമായിരിക്കണം. പെരുന്നാൾ ചൊല്ലുമ്പോൾ പല ബന്ധങ്ങളാണ്, പല കണക്ഷനുകളാണ്. കുടുംബങ്ങളെ ബന്ധങ്ങൾ, ചങ്ങായി ബന്ധങ്ങൾ, റായത്തങ്ങളിലും പറായത്തുകളും ഗൾഫുകളിലും വിദേശങ്ങളിലുമുള്ളങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ, പല നിരക്കുള്ള ദൂരമുള്ളങ്ങളെ ബന്ധങ്ങൾ അടുപ്പിക്കട വിഷയമാണ്. പെരുന്നാൾ ചൊല്ലുമ്പോൾ ഹൃദയത്തെ അടിത്തട്ടിൽ വെണ്ണങ്കത്തെ സന്തോഷമാണ്, എന്തെന്നില്ലാത്ത സന്തോഷമാണ്. പെരുന്നാൾ ചൊല്ലുമ്പോൾ മനസ്സുക വേണ്ട ഒരു നെമ്മതിയായിരിക്കണം, ഒരു ശാന്തിയായിരിക്കട്. കൽബിയുടെ അടിത്തട്ടുകത്തിരങ്കത്തെ ഒരു നെമ്മതി ശാന്തിയായിരിക്കട്. പെരുന്നാൾ ചൊല്ലുമ്പോൾ അതൊരു വിശാലതയായിരിക്കണം. മനുഷ്യക്ക് റിസ്കിൽ വിശാലത, മനുഷ്യക്ക് പല വിഷയത്തിലും ഒരു വിശാലതയായിരിക്കട്. ഹൃദയത്തിന് വലിയ സമാധാനത്തിന്റെ വിഷയമാണ്. ഏത് ടെൻഷനും ഓടപ്പെട്ട്, ഏത് ടെൻഷനും ദൂരീകരിക്കപ്പെട്ടെങ്കിലത്തെ ഒരു നാളാണ് പെരുന്നാൾ ചൊല്ലുമ്പോൾ. ഇങ്ങനെ പെരുന്നാളിലെ ഒരു നിലക്ക് നിങ്ങൾ ചൊല്ലെങ്കിൽ നല്ലൊരു യുവക്കിടെ പോലെ പല ആൾമാരും അതിനെ അർത്ഥം വെച്ചുകൊണ്ടുള്ളാറ്. നല്ല യുവക്കിടെ പോലെ അത്രയും ഒരു എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ്, എല്ലാവർക്കും ഒരു ആവേശമാണ് പെരുന്നാളിലെ കണ്ടത്. അല്ലെങ്കിൽ വസന്തകാലത്തിൽ ആ പൂമരങ്ങളിൽ പൂകൾ ഇങ്ങനെ നിറഞ്ഞിട്ടിക്കിടെ പോലെ ആ ടേബിൾ മനുഷ്യർക്ക് കാണുമ്പോൾ എത്ര സന്തോഷമുണ്ടാ. അങ്ങനത്തെ സന്തോഷങ്ങളെ സമ്മിലനമാണ് പെരുന്നാൾ. പരിശുദ്ധമായ ഇസ്ലാം ദീൻ പെരുന്നാളുക്ക് കൊടുക്കണമെങ്കിന്റെ മഹത്വം അത് വലിയ മഹത്വമാണ്. വിശിഷ്യ വലിയ പെരുന്നാൾ ചൊല്ലുമ്പോൾ വലിയ പെരുന്നാൾ കിട്ടുമെങ്കിന്റെ മഹത്വം അത് ചെറിയ മഹത്വമൊന്നുമല്ല. ഒരു ഹദീസിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നുണ്ടോ, അഫ്ദലുൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ. ഈ ലോകത്തെ നാളുകളെ പൈക്കി അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാളേത് എന്ന് കേട്ടിട്ടുണ്ടായെങ്കിൽ, ഈ ലോകത്തെ നാളുകളെ പൈക്കി, പകലുകളെ പൈക്കി അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാളേത് കേട്ടിട്ടുണ്ടായെങ്കിൽ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസാണ് യൗമുൻ നഹർ. വലിയ പെരുന്നാൾ നാളായിരിക്കണം. വലിയ പെരുന്നാൾ നാള് ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട നാളാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുടെ. ഷാഫിഈ മദ്ഹബിന്റെ ഇമാമായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ ഫതാവൽ കുബറലും ചൊല്ലു, ഏറ്റവും ശ്രേഷ്ഠമായ നാൾ വലിയ പെരുന്നാൾ. ഏറ്റവും അഫ്ദലായ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരമായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയായിട്ട് സുമ്മ യൗമുൽ ഖർ, പിന്നെ ഖർറുടെ നാൾ. ഖർറുടെ നാൾ ചൊന്നുണ്ടായെങ്കിൽ മിനത്തിൽ ഹാജിമാർ താമസിക്കണമെങ്കിലത്തെ നാൾ. ഇങ്ങനെ ചൊന്നു വന്നേണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനിച്ച് അത്യുന്നതമായ ഒരു നാളിലാണ് ഞങ്ങൾ ഒത്തുകൂടിയിട്ടുള്ളത്. ആയതുകൊണ്ടിട്ടു ഖുതുബകളിൽ ഞങ്ങൾ ഇമാമീക ഓതുരംഗത്ത് ഖുതുബകളിൽ ഞങ്ങൾ സാധാരണ ഈ നാളിൽ കേൾക്കുന്ന വിഷയമാണ് ഉഷ്കുറുല്ലാഹ്, അള്ളാഹുക്ക് നിങ്ങൾ നന്ദി ചൊല്ലോറോ,
അള്ളാഹുക്ക് നിങ്ങൾ താങ്ക്സ് ചൊല്ലോറോ, അള്ളാഹുക്ക് നിങ്ങ എല്ലാ നിലക്കുള്ള സ്തുതികൾ അർപ്പിക്കോറോ. എന്ത് ഈ പരിശുദ്ധമായ പല അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ദുആക്ക് ഇജാബത്തുള്ളതായ മലായികത്തുകളെ സ്ഥിര സാന്നിധ്യമുള്ളെങ്കിത്തെ പരിശുദ്ധമായ ഈ വലിയ പെരുന്നാൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അള്ളാഹു എത്തുമാടി തന്തല്ലേ ചൊല്ലിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുക്ക് നന്ദി ചൊല്ലോറോ, അള്ളാഹുക്ക് നിങ്ങൾ ശുക്ർ ചൊല്ലോറോ ചെന്നിട്ടോ, അള്ളാഹുക്ക് നിങ്ങൾ ശുക്ർ ചൊല്ലോറോ ചെന്നിട്ടോ. ഇമാമിങ്ക നിങ്ങൾക്ക് ഖുതുബയിലൂടെ പരിപാടി കൊണ്ടുള്ളാർ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പെരുന്നാളിലുണ്ട് അണ്ട് മക്കത്തെ മിനൽ വെച്ചിട്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗിച്ചൊരു പ്രസംഗമാണ്. മിനത്തിൽ ഖുതുബത്തിൽ വെച്ച് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ എല്ലാ മുഅ്മിനീങ്ങളെ ഉദ്ദേശിച്ച് ചൊല്ലോ ഒരു ഹദീസിൽ ചൊല്ലോ. ആ ഹദീസിൽ പെരുന്നാൾ നാളിന്റെ ബഹുമാനമുണ്ടോ, പെരുന്നാളിന്റെ അതുപോലെ ഹജ്ജിലാ നാളിന്റെ ബഹുമാനമുണ്ടോ, ഈ തിങ്ങളുടെ ബഹുമാനമുണ്ടോ, എല്ലാത്തെയും മുട്ടുകൂടിച്ചൊരു ഉപദേശവും കൂടിയിട്ട് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ആക്കിക്കൊണ്ടുണ്ടോ. ആ മക്കത്ത് എന്തായിരിക്കണ്, മക്കത്തെ മിനയിൽ വെച്ചിട്ട് പ്രസംഗിച്ചെങ്കിത്തെ പ്രസംഗമാണ്, ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗിച്ച പ്രസംഗമാണ്. فإن دماءكم وأموالكم وأعراضكم عليكم حرام. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളെ ചോരകളുണ്ടല്ലേ, നിങ്ങളെ രക്തങ്ങളുണ്ടല്ലേ, അതേപോലെ നിങ്ങളെ സ്വത്തുകളുണ്ടല്ലേ, അതേപോലെ നിങ്ങളെ അഭിമാനങ്ങൾ മാനങ്ങളുണ്ടല്ലേ, അത് നിങ്ങൾക്ക് പരസ്പര ഹറാമാണ്. ചോര കുത്തി ഒലിപ്പിക്കൽ ഹറാമാണ്. ഇനൊരു മനുഷ്യന് ദൈഹികമായ ഉപദ്രവം കൊടുക്കരുതോ, ഇനൊരു മനുഷ്യരെ ആക്രമിക്കരുത്, ഹറാമാണ്. ഇനൊരു മനുഷ്യരെ സ്വത്ത് ആക്രമിക്കരുത്, അക്രമമായ നിലക്ക് അവന്റെ സ്വത്തുരെ നിങ്ങൾ കബളിസി എടുക്കരുത്, ഹറാമായിട്ട് ഇനൊരു സ്വര സ്വത്തുള്ള ഹത്തില്ല. ഇനൊരു മനുഷ്യരുടെ അഭിമാനങ്ങൾ നല്ല നിലക്ക് ജീവിച്ചോണ്ടുള്ള അവന്റെ ദൂരി നടക്കരുത്, അവന്റെ ആക്ഷേപിക്കരുത്, അവന്റെ കീഴാക്കരുത്, അവന്റെ മേൽപേര് വിളിക്കരുത്, അവന്റെ തമാശാക്കരുത്, നിക്ക് ഹറാമാണ് മോനെ. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ വിടവാങ്ങൾ ഹജ്ജിൽ പ്രസംഗിച്ച്, ആ ലാസ്റ്റ് ഹജ്ജിൽ പ്രസംഗിച്ച് വലിയ പ്രസംഗത്തിലാണ് ചെന്നുകൊണ്ടുള്ളേ. മുഅ്മിനീങ്ങളെ, പരസ്പരം നിങ്ങൾ പിരിസപ്പാടിൽ ജീവിക്കണോ. ഇനൊരു മനുഷ്യക്ക് ദൈഹികമായിട്ട് ഉപദ്രാഗതീറ, ആർത്ഥികമായിട്ട് ഉപദ്രാഗതീറ, ഇനൊരു മനുഷ്യനെ മാനസികമായിട്ട് ഉപദ്രാഗതീറ, എല്ലാം നിങ്ങൾക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. എന്നിട്ടാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുന്നത്, കഹുറുമതി യൗമികും ഹാദാ, നിങ്ങളെ ഈ പെരുന്നാൾ, വലിയ പെരുന്നാൾക്ക് എത്ര ബഹുമാനമുണ്ടാ, ഇത് പാലിച്ചിട്ട് ഇതിന്റെ ബഹുമാനം മനസ്സിലാക്കിയിട്ട് ഈ നാളിന്റെ ബഹുമാനിച്ചിട്ട് പല ഹറാമുകളും നിങ്ങൾക്കുള്ളതുപോലെ ഫീ ശഹരിക്കും ഈ ബലദിക്കും ഹാദാ, നിങ്ങളെ ഈ റായ ഹറാമാണ്, ഹറം അല്ലേ, ഹറം, ഹറമിൽ വെച്ച് പലതും നിങ്ങൾക്ക് ഹറാമാണ്. ഈ ഹറമുകൾ എത്ര ബഹുമാനമുണ്ട്, ബഹുമാനം പാലിച്ച് എത്ര ഹറാമുകൾ നിങ്ങൾക്കുണ്ടാ. ഫീ ശഹരിക്കും ഹാദാ, ദുൽഹിജ്ജുള്ളത് അശ്ഹുറുൽ ഹുറും, യുദ്ധം ഹറാമായ തിങ്കളിൽ പെട്ടതാണ്. ഈ തിങ്കളുകൾ എത്ര നിങ്ങൾക്ക് ഹുറുമത്ത് ബഹുമാനമുണ്ടാ, ഈ തിങ്കളെ പരിഗണിച്ച് പല ഹറാമുകളും നിങ്ങൾക്ക് വേണ്ട. എന്നാൽ അതുപോലെ ഇനൊരു മനുഷ്യരെ പലതും നിങ്ങൾക്ക് അങ്കുപ്പത്തിനാക്കരുത്, ഹറാമാണ്. പെരുന്നാൾ ആചരിക്കുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തെ ലാസ്റ്റ് ഹജ്ജ് പെരുന്നാളിൽ പ്രസംഗിച്ച് ഈ പ്രസംഗത്താശയം കൂടി ഉൾക്കൊള്ളുന്നു. പെരുന്നാളിന്റെ ഒരു സന്ദേശമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, പെരുന്നാൾ ചൊല്ലുമ്പോ ആ ഒരു ചരിത്രം ഉണ്ട്. ചെറിയ മക്കളെ പിടിച്ചിട്ട് വയസ്സങ്ങളത്തോളം ആണിങ്ങും പെണ്ണിങ്ങും യുവാക്കൾക്കും തുള്ളിങ്ങത്തെ ഒരു ചരിത്രമാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെയും റബീഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാമുടെയും ചരിത്രം ഉണ്ട്. കൊന്തില്ലാതെ ആരോഗ്യക്കല, പക്ഷേ ആ ചരിത്രം കൊണ്ട് പഠിക്കണായ പാഠങ്ങൾ ജീവനദുദ്ധക്കൂ നമുക്ക് പഠിക്കുകൊണ്ടു. എത്രയോ പാഠങ്ങൾ ചൊന്നതിന്റെ ചരിത്രമാണ് ആ ചരിത്രം. 80 വർഷം കഴിഞ്ഞിട്ട്, വാർദ്ധക്യ കഴിഞ്ഞിട്ട് ഒരു കിടാവും കിട്ടാത്ത ടൈമിലോ വളരെ ബേജാറോടുകൂടെ മനസ്സിലടിത്തട്ടിൽ നിന്നിട്ട് നല്ല കൽബോടുകൂടെ അള്ളാഹുരുടെ കിടാവ് കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന ടൈമിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ വാർദ്ധക്യ സമയത്ത് കൊടുത്ത ഏക കിടാവാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമുടെ അത്രയും പിർസത്തിൽ എത്ര താലോലിച്ചു, എത്ര കീർഫത്തിൽ വളർത്തി കിടാവായിരിക്കും ആ കിടാവ്. ആ കിടാവുടെ വാർദ്ധക്യ സമയത്തിൽ കിട്ടിയ ഏക കിടാവുടെ അറുക്കൊടു ചെന്നിട്ടൊരു ഓർഡർ അല്ലാഹുടെ ഭാഗത്തിൽ വരുമ്പോ അതിനെ പൂർണ്ണമായ നിനക്ക് അനുസരിക്കരുത്. അള്ളാഹുടെ പേടിയുള്ള, അള്ളാഹു സർവ്വതും സമർപ്പിച്ച് അള്ളാഹുടെ എല്ലാ നിലക്കുള്ള വിശ്വാസങ്ങളിൽ പൂർണ്ണതയുള്ള മനുഷ്യരെ കൊണ്ട് മാത്രമേ സാധ്യമാവൂ. അല്ലാത്ത ഉറപ്പടെ കൊണ്ടും സാധ്യമേ ഇല്ല. അല്ലെ, ഇന്നത്തെ കാലഘട്ടത്തിൽ 5 വർഷത്തെ മക്ക മരിക്കുമ്പോ, 7 വർഷത്തെ മക്ക മരിക്കുമ്പോ, 10 വർഷത്തെ മക്ക മരിക്കുമ്പോ സഹിക്കാവാണ്ട് മാനസിക രോഗിയാവുടെ അബ്ബ ഉമ്മമാർ, അതേ ടെൻഷനിൽ മരിക്കുന്നോടത്തോളം അതേ ടെൻഷനിൽ ജീവിച്ച അബ്ബ ഉമ്മമാർ, വർഷങ്ങളോളം ശരിക്കും തിന്നാണ്ട് ജീവിച്ച അബ്ബമാർ നിങ്ങളെ കണ്ണിടെ മുന്നിൽ കണ്ടോണ്ട് അല്ലാഹു ഇതുപോലത്തെ മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും എല്ലാവരെ കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് മനുഷ്യരെ സാഹചര്യം ഉണ്ടായെങ്കിൽ ആ തന്റെ സ്വന്തമോടെ കൊല്ലൊടൂസിട്ട് റബ്ബറിട്ട് ചൊല്ലുമ്പോ ഏതബ്ബടെ കൊണ്ടും സഹിക്കുക സാധ്യയില്ല. പക്ഷേ ഈമാൻ അടിവറച്ച് എല്ലാ നിലക്ക് സമർപ്പണക്ക് വേണ്ടിയിട്ട് റെഡിയായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മോന്റെ കൊല്ലുക വേണ്ടി റെഡിയായിട്ട് ഇന്നുണ്ടായെങ്കിൽ, അതുപോലെ ഒരു മനുഷ്യനുമില്ലാത്ത നിർജ്ജനമായ ആ മക്കയിൽ പോയിട്ട് പെഞ്ഞായി മക്കയിൽ വിട്ടുപറു റെഡിയായി തിന്നേണ്ടായെങ്കിൽ പിർസയില്ലാത്ത പെഞ്ഞായി മക്ക അല്ല മനസ്സിലടിത്തട്ടിൽ പിർസാകണെങ്കത്ത് ആദർശ കുടുംബമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബം. ആ അത്രയും വലിയ കുടുംബം, അത്രയും പിർസപ്പാട് കുടുംബമായിട്ടും പെഞ്ഞായി മക്കള് നിർജ്ജന പ്രദേശത്ത് തന്നെയും ആഹാരവും ഇല്ലാത്ത ജാഗില് അവിടെ വിട്ടു പറഞ്ഞുണ്ടായെങ്കിൽ തവക്കുൽ അള്ളാഹുടെ മേലുള്ള സമർപ്പണയാണ് ഇതിന്റെ പർവ്വത്തിലുള്ളത്. എന്നാൽ ഈ ചരിത്രങ്ങൾ പാഠങ്ങളാണെന്നാണ് ഈ ചരിത്ര ചൊല്ലുകളുടെ ഉദ്ദേശം. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ ആ കുടുംബത്തെ ചരിത്രങ്ങൾ ഓർത്തിട്ട് ആ ചരിത്രത്തിന്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാണ്ട് ഈ പെരുന്നാൾ ആചരിക്കലിൽ അർത്ഥമേ ഇല്ല. ഒന്നാമതായിട്ടുള്ള പാഠമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖളാ തീരുമാനം എന്തുണ്ടാ സമ്പൂർണ്ണമായിട്ട് അതിന് നങ്ങ ഒപ്പുടെ അതിൽ പിന്നെ അള്ളാഹുവിന് എന്തിനു ചൊന്ത തസ്ലീമുൽ അംരി ഇലൈഹി സുബ്ഹാനഹു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എന്തിനു ചൊന്നെങ്കും പൂർണ്ണമായിട്ട് അംഗീകരിക്കണ മനോഭാവം, അതിനെ സമ്പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുടെ, അതിനെ അനുസരിക്കണമെങ്കിൽ മനോഭാവം. ഇങ്ങനത്തെ പാഠങ്ങളാണ് ഈ ചരിത്രം നിങ്ങൾക്ക് ചൊന്നുകൊണ്ടുള്ളത്. വിശിഷ്യ ബലാകൾ വർദ്ധിച്ചുകൊണ്ടുള്ള കാലഘട്ടം, മുസീബത്തുകൾ വർദ്ധിച്ചുകൊണ്ടുള്ള കാലഘട്ടം, വർഷ പോയ പോലെ വരുമാനം കുറഞ്ഞു വന്നുകൊണ്ടുള്ള കാലഘട്ടം അല്ലേ. ഈ അടുത്തായിട്ട് 4-5 വർഷങ്ങൾക്ക് മുതലും കൊറോണ ചൊല്ലിന്റെ വലിയൊരു മുസീബത്ത് വന്നിട്ട് ആ മുസീബത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാത്ത ആ മുസീബത്തിന് ആ ശക്തി കൊണ്ടിട്ടു അതിൽ നിന്നിട്ട് പുറത്തു പുറകാവാത്ത എത്രയോ കുടുംബങ്ങളാണ്, കോടിക്കണക്ക് കുടുംബങ്ങളാണ് ലോകത്തിൽ ഇണ്ടുമുള്ളേ. അതിന് അസരെ പോയിട്ടില്ല, അതിന് അടയാളമേ മാഞ്ഞു പോയിട്ടില്ല. അത് പോണ്ട മുതലേ ഈ ലോകത്തെ ചമ്മത്താന്മാർക്ക് ഉപദ്രാവുടെ നിലക്കുള്ള വാറുകൾ നടന്നിട്ട് പല യുദ്ധങ്ങൾ ഞങ്ങളെ കണ്ടുമുന്നൽ ഈ അടുത്തായിട്ട് നടന്നിട്ട് ഇപ്പോഴും നിന്നിട്ടില്ല. അല്ലാഹു വിശ്വത്തെ എല്ലാ ജാഗയിലും ഇണ്ടത്തെ നല്ല ബറക്കത്ത് കൊണ്ട് ശാന്തിയും സമാധാനം അല്ലാഹു ഉണ്ടാക്കി തരുമാറാകട്ടെ. പക്ഷേ യുദ്ധത്തെ തുടർന്നിട്ട് റായത്തിലും ഗൾഫിലും പല ജാഗയിലുള്ള മുഅ്മിനീങ്ങൾ പല വിഷമത്തിൽ ഉള്ള എത്രയോ കടങ്ങൾ വർദ്ധിച്ചുകൊണ്ടുണ്ട്, പല മങ്ങിയലുകളും നിപ്പാടി വെച്ചുകൊണ്ടുള്ള, പല ആഹാരങ്ങളെ വിഷയത്തിലും കഷ്ടപ്പെട്ടുകൊണ്ടുള്ള കുടുംബം എവിടത്തോളം സാമാന്യ ഞങ്ങൾ ഔത്തുക വരെ ഗ്യാസ് അടക്കമുള്ള പല തൊന്തരകൾക്ക് ബലിയായെങ്കത്ത് ഒരു വളരെ വിഷമം കൂടി വീണ്ടും വന്നെങ്കത്ത് മുസീബത്ത് വന്നെങ്കത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. അതേപോലെ സീക്കുക വർദ്ധിച്ചുകൊണ്ടുണ്ട്. പണ്ട് സീക്കാണെങ്കിലോ പേര് ചൊല്ല പേടിയാവുടെങ്കിൽ സീക്കുകളാണ് മുട്ടങ്ങളിലും രായങ്ങളിലും പല ഞങ്ങളെ അടുത്താൽ മാറുന്ന കേട്ടുകൊണ്ടുള്ളേ. സഹോദരങ്ങളെ മനസ്സിലാക്കുകൊണ്ട് പ്രത്യേകിച്ചിട്ട് യുവാക്കളെ മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടുണ്ട്.
ആക്സിഡന്റ് ചൊല്ലുടെ പേരായിട്ടിക്കോ, ഹാർട്ട് അറ്റാക്ക് ചൊല്ലുടെ പേരായിട്ടിക്കോ, പല പേരുകളിലായിട്ട് യുവാക്കളെ മരണങ്ങൾ അധികരിച്ചുകൊണ്ടുണ്ട്. ഇങ്ങനത്തെ ടൈമിലൊക്കെയും, ഈ വിഷമങ്ങൾ പണ്ട ടൈമിലൊക്കെയും, ഈ മുസീബത്തുകൾ നേരിട്ട സമയത്തിലൊക്കെയും ഞങ്ങളെ ഖൽബിൽ അടിവറച്ച ഈമാൻ വേണോ, സബ്ർ വേണോ. അല്ലാഹു എന്തേ ഇങ്ങനെ ആക്കടേ, അല്ലാഹുടെ ക്വസ്റ്റ്യൻ ആക്കടേ, ഞങ്ങൾ മുസ്ലിം അല്ലേ, ഞങ്ങൾ മുഅ്മിനല്ലേ ചെന്നിട്ടു റബ്ബിടെ ക്വസ്റ്റ്യൻ ആക്കടേ. അവരുടെ സാഹചര്യത്തിൽ ഞങ്ങൾ എത്തുകുതീറാ. അതിന്റെ കാരണങ്ങൾ എന്തിനേ ചെന്നിട്ടു കഴിഞ്ഞ പെരുന്നാൾ വാലുകൾ നിങ്ങൾ കേട്ടിട്ടിക്കുവാറ്, അത് വീണ്ടും ഞാൻ ചൊല്ലാൻ ഉദ്ദേശിക്കില്ല. പക്ഷേ ബലാഹുകൾ വരുമ്പോ, മുസീബത്തുകൾ കയറുമ്പോ ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാടി എങ്കത്തെ ഒരു പ്രത്യേകമായ ദിക്റ്, അത് വെറും വായിൽ ചൊല്ലുക മാത്രം സീമിതായോണ്ടുണ്ടാച്ചുള്ള വിഷയത്തിൽ ഒരു സംശയമുണ്ട്. ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഅ്മിനീങ്ങളായ ആൾമാർക്ക് മുസീബത്ത് വരുമ്പോ, ബലാഹുകൾ വരുമ്പോ ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് മുഅ്മിനീങ്ങൾ ചൊല്ലണോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടിയുള്ള ആൾമാരാണ്, അല്ലാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച ആൾമാരാണ്. ഞങ്ങളെ സർവ്വതും, ഞങ്ങളും ഞങ്ങളെ മക്കളും കുടുംബവും സ്വത്തും എല്ലാം റബ്ബിന് വേണ്ടിയുള്ളതാണ്. എന്നിട്ട് ആ റബ്ബിടെ മുട്ടനക്ക് മടങ്ങുകൊണ്ടും, ആ റബ്ബിടെ മുട്ടനക്ക് എത്തുകൊണ്ടും ഈ ഒരു നിലക്കുള്ള ദിക്ർ ചൊല്ലണായ ഞങ്ങൾ അത് മറന്നുകൊണ്ടുള്ള മാറ്റമുള്ള വിഷയത്തിൽ സംശയമുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ഈ നിലക്ക് റബ്ബുക മടങ്ങടെ. മുസീബത്തുകൾ വരുമ്പോ അള്ളാഹുടെ ചോദ്യാക്കടെ ബദലായിട്ട് അള്ളാഹുക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാം ഉള്ളത്. അള്ളാഹു ഇഷ്ടമുള്ളത് ചെയ്യാൻ, ഇഷ്ടമുള്ളതാക്കാതുള്ള ആ ഒരു ഈമാൻ പലപ്പോഴും ഞങ്ങൾക്ക് മുസീബത്ത് വരുമ്പോ അത് മറന്നു പോകേണ്ട ഒരു വിഷയത്തിൽ സംശയമുണ്ട്. മീനിങ്ങളെ അള്ളാഹു കാത്തു സലാമത്താക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തിയ അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെയും രക്ഷപ്പെടുത്തത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത്രയും വലിയ മുസീബത്തുകൾ നേരിട്ടിട്ട് ഒന്നും ആയിട്ടില്ല. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ പിന്നീടുള്ള ജീവനവും എടുത്തു നോക്കിയുണ്ടായെങ്കിൽ ഓരോന്നും അത്ഭുതകരമാണ്. അത്ഭുതങ്ങളായ അത്ഭുതങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ ജീവിതത്തിൽ ഞങ്ങൾ ദർശിക്കാൻ സാധ്യമാവുണ്ട്. അള്ളാഹു കൈവിട്ടിട്ടില്ല. അതേപോലെ ഞങ്ങളെയും കൈവിടില്ല. ചൊല്ലെ ഏത് മുസീബത്തിന്റെ പ്രവൃത്തിലും അള്ളാഹു ഞങ്ങൾ സഹിച്ചെങ്കിൽ അള്ളാഹുടെ മുട്ടയ്ക്ക് സമാബ് ദുനിയാവിലും കിട്ടു, ആഖിറത്തിലും കിട്ടു ചൊല്ലൊരു ബോധ മിനിങ്ങളായ ഞങ്ങളെ ഖൽബിൽ ഉണ്ടാവുന്നത് അത് ഈമാന്റെ ഭാഗമാണ്. അള്ളാഹു അങ്ങനത്തെ ഈമാൻ നൽകുമാറാകട്ടെ. ഞങ്ങൾ ചിന്തിക്കണം, അങ്ങനത്തെ ഒരു പരീക്ഷ അല്ലാഹു കൊടുത്തിട്ടാകുമ്പോ സ്വന്തം മോന്റെ അറുക്കുക വേണ്ടിയിട്ട് ആ വയസ്സിലെ ടൈമിൽ ഏക മോന്റെ അറുക്കുക വേണ്ടി റെഡിയായെങ്കത്തെ അബ്ബ ആ സ്ഥാനത്തിൽ ഞങ്ങളെ കൊണ്ടിട്ട് അങ്ങനത്തെ ഒരു ബലി അർപ്പിക്കുക, അങ്ങനത്തെ ഒരു ത്യാഗത്തിന്, അങ്ങനത്തെ ഒരു സമർപ്പണക്ക് ആ നിലത്തൊരു ജീവിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമായിരിക്കാത്ത അതിക്ക് വേറെ ഉദാഹരണം വേണ്ട. ഇന്നത്തെ ഞങ്ങളെ ദൈനംദിന ജീവനത്തെ ഒന്ന് അർത്ഥാക്കി നോക്കിയാവും ഞങ്ങൾ ഏത് സ്ഥിതിയിലേക്കാൻ താകുന്നത്. പക്ഷേ തടുത്തു കൊടുക്കുമ്പോ, ഇന്ത്യ ഞങ്ങൾ പെരുന്നാളാചരിക്കുമ്പോ, ഇന്ത്യ ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കേൾക്കുമ്പോ നിങ്ങളെ ഞങ്ങൾ ആൾച്ചനാക്കണോ, ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് സമർപ്പണ മനോഭാവം വേണോ. ഏത് ടൈമിലും അള്ളാഹുക്ക് വേണ്ടി എന്തിനും തെകിക്കും ഞാൻ റെഡി ചൊല്ലെങ്കിൽ ആ ഒരു ത്യാഗ മനോഭാവം അത് ഈമാന്റെ ഭാഗമാണ്. അത് ഞങ്ങളുടെ വിജയത്തികത്തുപാടുടെ ഭാഗമാണ്. ത്യാഗി മാത്രമേ വിജയിയാവുക. നന്റെ തടിക്കൊത്തിട്ടു, നന്റെ കാലത്ത് കൊത്തിട്ടു, നന്റെ കുടുംബത്ത് കൊത്തിട്ടു, നന്റെ പെഞ്ഞായി കൊത്തിട്ടു, നന്റെ മക്ക കൊത്തിട്ടു, നന്റെ ആശ കൊത്തിട്ട് ജീവിക്കടേ ചെന്നിട്ടുള്ള ഒരു മനുഷ്യരെ ആ നിലപാട് അത് പരാജയത്തികത്ത് പാടുന്നതാണ്. അത് സോല് കാണുന്നത് പാടുന്ന മനുഷ്യരെ അൽച്ചനാക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലത്തെ ത്യാഗങ്ങളാക്കുക, അങ്ങനത്തെ സമർപ്പണാക്കുക നിങ്ങളിട്ട് ചൊന്നുകൊണ്ടില്ലേ. ചെറിയ ചെറിയ നിലക്കുള്ള വളരെ നിസ്സാരമായ ത്യാഗങ്ങളാണ് അള്ളാഹു നിങ്ങളുടെ ചൊന്നുകൊണ്ടുള്ളേ. തടി ചൊന്നത് കേൾക്കണ്ട, തടിയുടെ ആശ കുത്തു പോവണ്ട, തടിയുടെ കാമവികാരത്ത് കുത്തോട് നീ സീവിക്കണ്ട. തെല്ല് നീ സഹിക്ക്. ആ തടിയുടെ ആ ആശയുടെ തെല്ല് ത്യജിക്കുക വേണ്ടിയിട്ട്, അതിനെ ദൂരാക്കി വയ്ക്കുക വേണ്ടി നീ ശ്രമിക്ക്. ഒരു ദുനിയാവിലുള്ള ബന്ധങ്ങളെ തെല്ല് അറുക്കുക വേണ്ടിയിട്ട്, ദുനിയാവിലുള്ള ഗാഢമായ ബന്ധത്തെ അറുക്കുക വേണ്ടിയിട്ട്, അഥവാ അതിനെ ദൂരാക്കുക വേണ്ടിയിട്ട്
നീൻ റെഡിയാവും. പരിശുദ്ധ ഇസ്ലാം ദീൻ ചൊന്നുകൊണ്ടുണ്ടോ ഞങ്ങളെ കൊണ്ടത് സാധ്യമായോണ്ടുണ്ടാവും. എല്ലാ ടൈമിലും നിങ്ങളെ വിശ്വാസാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പെരുവത്തിൽ കഠിനമായി ശ്രമിച്ചുകൊണ്ടുള്ളേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബ്ലീസ് ഞങ്ങളെ വിശ്വാസാക്കാൻ വേണ്ടി വരുമ്പോ, പല ബെടക്കത്തരത്തിന് ഞങ്ങളെ ദൂര ഇടുക വേണ്ടി വരുമ്പോ, പല ഗുളികൾക്ക് വേണ്ടി ഞങ്ങളെ ഇടുക വേണ്ടി വരുമ്പോ, പല ബെടക്കത്തരത്തിന് ഞങ്ങളെ വിളിക്കുമ്പോ, ആ ഇബ്ലീസിന്റെ മുന്നോളൂ ഞങ്ങൾക്ക് അതിനെ തെകിച്ചിട്ട് അവന്റെ ദൂരാകിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ ഞങ്ങളെ തഖ്വത്തെ സമർപ്പനാക്കുക, അല്ലാഹുവിന്റെ മുന്നിൽ ഈമാന്റെ സമർപ്പനാക്കുക, ഗട്ടിയായിട്ട് അടിവറച്ചിട്ട് ഇസ്തിഖാമത്ത് അടിവറച്ച ദീനിൽ ജീവിക്കുക. ഞങ്ങളെ കൊണ്ട് സാധ്യമായോണ്ടുണ്ടാ. ഇബ്ലീസിനെ തെകിക്കുക ഞങ്ങളെ കൊണ്ട് അടിയെ സാധ്യമായോണ്ടുണ്ടാ. പരിശുദ്ധ പെരുന്നാൾ തന്റെ സന്ദേശമേ സമർപ്പണ ത്യാഗങ്ങളാണ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുണ്ടാവും. അബ്ബ ഉമ്മ മക്കളുടെ പിരിസ വേണു, കിർഫ വേണു. ഓക്കെ, നല്ല വിഷയമാണ്, കിർഫ വേണു. പക്ഷേ കിർഫ ചെന്നുണ്ടായെങ്കിൽ മക്കാക്കി എല്ലാത്തെയും അവിടെ വിട്ടുവിട്ട അല്ല. മക്ക കൊത്തിട്ട് അബ്ബ ഉമ്മ ജീവിക്കട അല്ല, അത് പിരിസല്ല, അത് മക്കളിട്ടുള്ള ശത്രുത്വമാണ്. ആ മക്കളെ വെടക്കാക്കടയായിട്ടിക്കട് അബ്ബ ഉമ്മമാർ മനസ്സിലാക്കാൻ വേണ്ടി ചെന്നുകൊണ്ടുള്ള ഞങ്ങളെ മക്കളിട്ട് ഇത്രയേ പേര് സഹിക്കട്ടെ. ദീനിക വിരുദ്ധമായി നടക്കുമ്പോ, നിസ്കാര കളാക്കുമ്പോ, അതുപോലെ മൊബൈൽ പിടിച്ചിട്ട് 24 ഗണ്ടത്തിന് പെരുവത്തിൽ പോകുമ്പോ, മൊബൈലിലെ ഗെയിമിലൂടെ ഗ്രൂപ്പായിട്ടും സ്വന്തമായിട്ടും അതിലെ ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, മനുഷ്യരെ മനസ്സുടെയും മനുഷ്യരെ കണ്ണിടെയും മനുഷ്യരെ ബുദ്ധിയുടെയും ഹലാക്കാക്കണമെങ്കിൽ പല നിലക്കുള്ള ഗെയിമുകളും പല ബെടക്കുകളും ആ മൊബൈലിലൂടെ ഞങ്ങളെ മക്ക കണ്ടുകൊണ്ടിരിക്കുമ്പോ, പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്യ പെൺമക്കളൊട്ടിയുള്ള ബന്ധങ്ങൾ ഞങ്ങളെ മക്കാക്കിക്കൊണ്ടിരിക്കുമ്പോ, സ്റ്റേറ്റസിലും റീൽസിലൂടെ എങ്ങനത്തെ ഇസ്ലാമിക വിരുദ്ധമായ സംസ്കാരങ്ങളും ഇസ്ലാമിക വിരുദ്ധമായ ഡ്രസ്സുകളും ഇസ്ലാമിക വിരുദ്ധമായ ഡാൻസുകളും പലക്കങ്ങളും ബന്ധങ്ങളിലൂടെ ഞങ്ങളെ മക്ക മൊബൈലിലൂടെ റാരാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അങ്ങനെ സ്റ്റേറ്റസിൽ ഹറാമീയത കണ്ടുകൊണ്ടിരിക്കുമ്പോ, അങ്ങനെ സ്റ്റേറ്റസിൽ മ്യൂസിക്കുകളും സിനിമ താരങ്ങളെ പല നിലക്കുള്ള വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ, ഓ നിന്റെ മുഅ്മിനേ, ആ മക്കളൊട്ടുള്ള താൽക്കാലികമായി ആ പിരിസത്തെ, ഏത് പിരിസ, അമിതമായ പിരിസത്തെ തെകിക്കുക നിന്റെ കൊണ്ട് സാധ്യമാവണോ? മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. വൃത്തിയായിട്ട് ഞാൻ മക്ക യാത്ര പോണ്ടാകും. എൻ്റെ മോള് കാർ വിട തരുന്നത്, ഓക്കെ കാർ വിടട്ട്, പക്ഷെ വൃത്തി യാത്ര പോണ്ടത് ഹറാമായിട്ടിക്കട്. പെൺമക്ക വൃത്തി യാത്ര ആക്കരുത്, ഹറാമായിട്ടിക്കട്. മനസ്സിലാക്കുകൊണ്ടോ? ഇത് കണ്ടിട്ട് അബ്ബമുണ്ടതേക്കട്. മങ്ങിലത്ത് പോയിണ്ടായെങ്കിൽ അവിടെ നടക്കട അനാചാര, മങ്ങിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരം. മുസ്ലിം ഉമ്മത്തിനിയും പാഠ പഠിച്ചിട്ടില്ല, കൊറോണ വന്നിട്ടും പാഠ പഠിച്ചിട്ടില്ല, യുദ്ധമായിട്ട് ഗ്യാസ് കഴിഞ്ഞിട്ടും പാഠ പഠിച്ചുകൊണ്ടില്ല. ഇതൊക്കെ ഞങ്ങളെ മക്ക മങ്ങിലായതും മങ്ങിലാവാത്ത ആ യുവക്കന്മാർ യുവതിമാർ ആ മങ്ങിലത്തെ ആ ടൈമിൽ നടത്തുന്ന രംഗത്ത് ഹറാമിയത്തുകളും ആ ഹറാമിയത്തിനെ പ്രദർശിപ്പിക്കണമെങ്കിൽ സ്റ്റേറ്റസുകൾ കണ്ടിട്ട് മുണ്ട് നീക്കിട അബ്ബാ ദിക്കൊരു പാഠമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മോണ്ട് എല്ലാ നിലക്കുള്ള ത്യാഗത്തോടുകൂടെ സമർപ്പണ മനോഭാവത്തോടുകൂടെ ആർക്കും റെഡിയായെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിർസ നിന്റെ കൽബിൽ ആ പിർസ വേണോ? അമിതമായ പിർസല്ല, ഹറാം കുത്തുപോണ്ട് വെടുക്ക് കുത്തുപോണ്ട് എന്താങ്കിലും ഉണ്ട് തയ്ക്കണമെങ്കിൽ ആ പിർസ നിന്റെയും നിന്റെ മക്കളെ കുടുംബത്തെ ഹലാക്കുകാനെടുത്തുകൊണ്ടേ ചെന്നിട്ടുള്ളേ. ആ ഒരു ബോധ അബ്ബോമ്മയുടെ മനസ്സിൽ വേണം. മക്കളൊട്ടിಗೆ താൽക്കാലികമായി അങ്ങനത്തെ പിർസത്തെ തകിക്കുക ഇന്നത്തെ നാൾ കാരണമാവണം. മനുഷ്യരെ മനസ്സിൽ കുസിയാക്കൂ. മനോരഞ്ജന കിട്ടിയ ചെന്നിട്ടു കിട്ടിയതിന്റെ പർവ്വത്തിലുള്ള പോണ്ടല്ല ഉണ്ട്. എല്ലാം സുലഭമായിട്ടിക്കട്, എല്ലാം സുലഭമായിട്ടിക്കട്. മനുഷ്യർ ടെൻഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനുഷ്യർ കൊച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വ്യവസ്ഥകളാണ് ദുനിയാവിലുള്ളത്. ഡ്രഗ്സുകളും ഗാഞ്ചകളും MDMകളും പല രൂപത്തിലായിട്ട് വന്നുകൊണ്ടുണ്ട്. ചോക്ലേറ്റ് രൂപമായിട്ടിക്കോ, പാത്രയുടെ രൂപമായിട്ടിക്കോ, ഇഞ്ചക്ഷൻ ആയിട്ടിക്കോ, ഗമ്മുകളായിട്ടിക്കോ പല പല രൂപത്തിൽ വന്നുകൊണ്ടുണ്ട്. അമലു പദാർത്ഥങ്ങൾ അതിലൊരു സുഖ താത്കാലിക സുഖ കിട്ടും. പക്ഷേ അത് ദുനിയാവിലും നിന്റെ ആലാക്കിയത്ത് പാട്ട്, ദുനിയാവിലും നിന്റെ എടുപ്പാലെടുക്കണം, ആഖിറത്തിൽ പിന്നെ ചൊല്ലുകില്ല. അത് നിന്റെ എടുപ്പാലെടുക്കണം. ഏത് നിലക്ക് ചെന്നിട്ടു ആ സുഖത്തെ, താൽക്കാലികമായ സുഖത്തെ വെടിയോഗൂ അള്ളാഹുക്ക് വേണ്ടിയിട്ട് അതിനെ സമർപ്പണാക്കുക. ആ സുഖത്തെ സമർപ്പണ അതിനെ മൂറ വെച്ചിട്ട് അള്ളാഹു വേണ്ടി തഖ്വത്തെ നിങ്ങൾ അർപ്പിക്കുക. ഇന്നത്തെ നാൾ കാരണമായിരിക്കുന്നു. പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ, യൂട്യൂബ് ഉണ്ട്, വാതിനൊക്കെ പോകുമ്പോൾ കീഴ് പണ്ടെങ്കിൽ എനിക്ക് ഹറാമിയത്തായിരിക്കും. മൊബൈലിൽ പണ്ട് പലപ്പോഴുമുള്ള ആഡുകൾ ഹറാമിയത്തായിരിക്കും.
എന്തെങ്കിലും മാധ്യമങ്ങൾ നോക്കണോ ചെന്നിട്ടു, വിഷയങ്ങൾ നോക്കണോ ചെന്നിട്ടു, ഫേസ്ബുക്ക് നോക്കുമ്പോൾ കാണ്ട ചിലപ്പോൾ ഹറാമായ റീൽസുകളും വീഡിയോകളായിട്ടിരിക്കും. ഒരുത്തനെ എന്നിട്ട് ആർക്കും കാണില്ല ചൊല്ലിട്ട് ബോധനിക്കൂ. പക്ഷേ ആ ടൈമില് ആ ഹറാമിടെ മുഖാന്തര കിട്ടെങ്കിട്ട്, ആ ബെടക്ക് വീഡിയോ മുഖാന്തര കിട്ട്, ബെടക്ക് പെൺമക്കളെ ഫോട്ടോ നോക്കിയിട്ട്, ആ ഫിലിം ആക്ടർമാരെയും പല ആക്ടർമാരെയും ഫോട്ടോ നോക്കിയിട്ട് വീഡിയോ നോക്കിയിട്ട് കിട്ടിയ സുഖത്തെ ത്യാഗാക്കൂ. ഇന്നത്തെ നാളിലേക്ക് കാരണമായിട്ടിക്കോണം. അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടല്ല, റബ്ബുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ബെടക്കത്തരത്തെ ത്യാഗാക്കുക, എന്നിട്ട് തികച്ചിട്ട് റബ്ബുക്ക് വേണ്ടി സമർപ്പണ പൂർണ്ണമായ നിലക്ക് ഞങ്ങളെ തടിയുടെ സമർപ്പണാക്കുക. ഞങ്ങളെ കൊണ്ട് സാധ്യമാവണം എന്നെങ്കിൽ മാത്രമേ എൻ്റെ ഈമാൻ കർത്തുള്ളേ, എന്നെങ്കിൽ മാത്രമേ പെരുന്നാളാചരിക്കണയിൽ കർത്തുള്ളേ. തിരിച്ചപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കൂ. പെൺമക്കൾ സൗന്ദര്യം ഉണ്ട്, ഓക്കെ, അള്ളാഹു കൊടുത്ത സൗന്ദര്യ, പക്ഷെ അത് പ്രദർശനത്തുള്ളതല്ല. പെഞ്ഞായി ചന്തം ഉണ്ടെങ്കിൽ കാറിൽ മുഖോപ്പണാക്കിയിട്ട് എല്ലാവരും ഒന്നും കാട്ടുകൊള്ളതല്ല. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒറ്റയെ നിന്നിട്ട് ഫോട്ടോ കൊടുത്തുകൊള്ളതല്ല. മങ്ങിലത്തിന് മുന്നേ പല നിലക്കുള്ള പ്രീ വെഡിങ് ഷോട്ട് ആര് നടത്തിക്കൊണ്ടുള്ളേ? എവിടെ? ഞങ്ങളെ ഈ ചുറ്റുഭാഗത്തെ പാർക്കുകൾ പോയിട്ട് നിങ്ങൾ നോക്കോറു. പ്രീ വെഡിങ് ഷോട്ട് ആര് മങ്ങിലത്തിന് മുന്നലായിട്ട് ആ പുതിയവെണ്ണ് പോയിട്ട് എടുക്കണ ഫോട്ടോകളും വീഡിയോകളും സ്റ്റുഡിയോ മുട്ടത്തെ സ്റ്റുഡിയോ ചെന്നോണ്ടില്ല. ഉസ്താദെ മുസ്ലിമീകമേ ചൊമ്മനങ്ങളുടെ വന്നോണ്ടില്ല ആ വിഷയത്തിലുണ്ട്. എവിടെ ഈ ആരെന്നാ പേര് ചൊല്ലി പോയിട്ട് നിങ്ങൾ പറഞ്ഞിരണ്ട. ചുറ്റുഭാഗത്തെ അമുസ്ലിമീങ്ങളായ സ്റ്റുഡിയോ തന്നെ ചെന്നോണ്ടുള്ളാറ് മുസ്ലിമീകമേതിൽ ആരുള്ളേ ചെന്നിട്ടു. ഓനെ നിന്റെ പെഞ്ഞായിരി സൗന്ദര്യ, നിന്റെ മോളിലെ സൗന്ദര്യ ഇടീ ലോകത്ത് കാട്ടുകൊള്ളതല്ല. പണ്ട് കാലത്തെ ജാഹിലി കാലഘട്ടത്തിൽ അണ്ട് വെലസി നടന്ന പോലെ ഇനി നിങ്ങൾ നടക്കുകയില്ല. ആ പെൺമക്ക അടിവറച്ചിട്ടിക്കട്ട് അങ്ങ് വന്നിട്ട് ഇങ്ങനെ നിന്റെ കാറിൽ അങ്ങനെ മുഖം ഓപ്പൺ ആക്കിയിട്ടും സൗന്ദര്യം ഇനർത്തരമെന്നുള്ള പ്രദർശിക്കുകൊള്ളതാ ഉള്ളതല്ല. മാപ്പിളമാർക്ക് വേണ്ടി സീമിതാക്കണായതായിട്ട് ലോകത്തെ മുന്നിൽ കാട്ടുകൊള്ളതല്ല. സഹോദരങ്ങളെ, ഇതെല്ലാം സമർപ്പിക്കുക. ഞങ്ങൾ പെൺമക്കളെ കൊണ്ട് കാരണമാവണം. ഞങ്ങൾ പെൺമക്കൾക്ക് ഈ നിലക്കുള്ള ബോധങ്ങൾ വരണം. ഈ പരിശുദ്ധ പെരുന്നാൾ ഇങ്ങനെ തെങ്കിത്ത് ഈ ഒരു ത്യാഗത്തെ മനോഭാവം ഉണ്ടാക്കണം. ഈ നിലയ്ക്ക് ത്യാഗങ്ങൾ പല വിഷയത്തിലും പരിശുദ്ധ ഇസ്ലാം ദീൻ കഠോരമായിട്ട് ശക്തമായിട്ട് ദീന്റെ ഫൗണ്ടേഷൻ, ദീന്റെ പില്ലറ് ചൊന്നിട്ട് അറിയപ്പെട്ടെങ്കിൽ ചൊന്നു തന്നെങ്കിൽ ആ പരിശുദ്ധ നിസ്കാരത്തെ വേണ്ടി നിന്റെ ഒരു 24 ഗಂಟೆ ഒരു 30 സെക്കൻഡ് ആയെങ്കിലും അതൊക്കെ വേണ്ടി നീക്കി വയ്ക്കണമെങ്കിൽ ത്യാഗ മനോഭാവം എനിക്ക് വേണോ? 24 ಗಂಟೆ ഇല്ലേ? 24 ಗಂಟೆ അല്ല കേട്ടതനിക്ക് നിസ്കാരത്തെ വയ്ക്കണം, 24 ಗಂಟೆ പള്ളിയിൽ വയ്ക്കണം സ്വന്തം ഇല്ല, നിർബന്ധം ആക്കിയിട്ടില്ല. ഒരു 24 ಗಂಟೆ 30 നിമിഷം ഒരു നാളിൽ റബ്ബുക്ക് വേണ്ടിയിട്ട് തികക്കുക നിന്റെ കൊണ്ട് സാധ്യമായില്ലെങ്കിൽ മോനെ നീ പെരുന്നാളാചരിക്കണിൽ എന്തർത്ഥമുള്ളേ? ജീവനവും കുടുംബവും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദീനിക്ക് വേണ്ടി സമർപ്പിച്ചില്ലേ അള്ളാഹുക്ക് വേണ്ടിയിട്ട്? അതല്ലേ വിജയത്തിൽ നിങ്ങൾ എത്തുപാട്ടി. നിന്റെ കൊണ്ടൊരു നാളിന്റെ 1/2 ഗಂಟೆ കൃത്യമായിട്ട് നിസ്കരിക്കുക സാധ്യമായില്ല. 5 വക്ത് നിസ്കാര കലാക്കാണ്ട് നിസ്കരിക്കും നിന്റെ കൊണ്ട് സാധ്യമാവില്ല എന്നെങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തിൽ എന്ത് അർത്ഥമുള്ളേ? നിന്റെ മുഅ്മിനീന്റെ എങ്ങനെ ചൊല്ലതാവുള്ളൂ? നാ ചൊല്ലല്ല റസൂലുള്ളാഹി തങ്ങളാണ് നിസ്കരിക്കാത്തങ്ങളെ സംബന്ധിച്ച് പലക്കങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരു 1/2 ഗಂಟೆ ഒരു നാളില് റബ്ബുക്ക് വേണ്ടി സമർപ്പിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമായില്ലെങ്കിൽ പിന്നെ എന്ത് മുഅ്മിനാണ് ഞങ്ങൾ അൽച്ചനാക്കൊണ്ട് കലാവാണ്ട് നിസ്കരിക്കണമെങ്കിൽ ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവണം. സ്വത്ത് നിസ്കാരമുണ്ടോ, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആർത്തിക വിഷയം എടുത്ത് നോക്കിങ്ക, സ്വത്തിന് വിഷയത്തിൽ നോക്കിങ്ക അതിൽ തക്കവയില്ല. അത് ദുനിയാവും. അത് എന്തുവാക്കാം, എഗണം പറ എഗണം തീർക്കാം. അങ്ങനത്തെ മനോഭാവ ഏത് നിലക്കും വരാം. സ്വത്തുടെ സമ്പാദനയും സ്വത്തിന് വിനിയോഗവും രണ്ടും അല്ലാഹു തആല ആഖിറത്തിൽ കേൾക്കുകൊണ്ട് ചൊല്ലിന്റെ ബോധ പലരിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെ, അതൊരു ദീന്റെ ഭാഗമേ അല്ലാത്ത പോലെ മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളെ, ഒരു ജാഗിലിന അവർക്കാണ് 27 ആർത്ഥികമായ നിലക്ക് ഉള്ള ഹറാമിന്റെ വിഷയത്തിൽ പ്രസംഗിച്ചിട്ടാകുമ്പോൾ കൊറിയാൽ ആക്ഷേപ 27 നിസ്കാരത്തെ വിഷയം കൊണ്ടുപോയിട്ടു ഉസ്താദ് ബിസിനസിന്റെ വിഷയം ഉണ്ടിത്തല്ലേ ഊട്ട് വിഷയമല്ല ഒരു പക്കത്തിലെ മുണ്ടിയ വിഷയം. അല്ലാഹുവേ, അപ്പൊ ദീനു ചൊന്ന നിസ്കാരത്തെ മാത്രം സീമിതല്ല, ആർത്ഥിക നിലപാട് പരിശുദ്ധമായ ഇസ്ലാം ദീൻ 100% എനിക്ക് തന്നുകൊണ്ടുണ്ട്. എങ്ങനെ എടുക്കണു, എങ്ങനെ തീർക്കണു, ഇതെല്ലാം നിലക്ക് എല്ലാ നിലക്കും നീന് സമർപ്പണ പൂർണ്ണമായ നിലക്ക് റബ്ബുക്ക് വേണ്ടി സമർപ്പണാക്കുക നിന്റെ കൊണ്ട് സാധ്യാവുടാ എന്നെങ്കേ നിന്റെ മുഅ്മിനുണ്ട് ചൊല്ലേ. സമർപ്പണ മനോഭാവ ത്യാഗങ്ങൾ, പല നിലക്കുള്ള സുഖത്യാഗങ്ങൾ നിന്റെ കൊണ്ടാക്കുക സാധ്യാവുള്ളേ, നിന്റെ മുഅ്മിനു ചൊല്ലുക ആവില്ലേ. ഇബ്രാഹിം ഈ മില്ലത്ത്
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ സമുദായത്തെ ആ തെരുട് നിങ്ങൾ അനുഗമിക്കോറോ, അതിൽ നിങ്ങൾ നടക്കോറോ ചൊന്നെങ്കത്ത് ആ തെരു നിങ്ങൾ വിട്ടുപോടുന്നു ഒരിക്കലും സാധ്യയില്ല. ഇബ്രാഹിം ഈ വില്ലത്തിൽ ഏറ്റവും കൂടുതൽ പിടിപാട്ടത് തൽഹിയ, സമർപ്പണകൾ, പല പല കൊടുക്കലുകൾ, പല നിലക്കുള്ള ത്യാഗങ്ങളായിട്ട്. ഉലുഹിയത്തിന് ഒരു നിലക്കുള്ള അർത്ഥമേ ത്യാഗ, ബലിദാന, കുർബാനി. അല്ലാഹു വേണ്ടി അടുക്കണമെങ്കിൽ ബലി ത്യാഗങ്ങളാണ്. ഈ ത്യാഗം ജീവിതത്തിൽ പെരുന്നാൾ നിങ്ങൾക്ക് തന്നുകൊണ്ടുള്ള ജീവനമേ ത്യജിക്കോ വേണ്ടിയിട്ട്, ജീവിതത്തെ പല സുഖങ്ങൾ തികച്ചിട്ട് റബ്ബുക്ക് വേണ്ടി സമർപ്പണാക്കോ വേണ്ടിയിട്ടാണ്. മിനിങ്ങളെ ലോക ചരിത്രത്തിൽ നോക്കിയുണ്ടായെങ്കിൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ ദീൻ മുന്നോട്ട് പോയത്. നൂഹ് നബി അലൈഹി സ്വലാം തന്റെ സ്വന്തം സമുദായത്തിൽ നിന്ന് 1000ഓളം വർഷങ്ങൾ എത്ര കഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് ഈ ദീൻ മുന്നോട്ട് പോയത്. മൂസ നബി അലൈഹി സ്വലാം സ്വന്തം റായപ്പെടേണ്ടി വന്നിട്ടില്ലേ? ബഹുമാനപ്പെട്ട യഹിയാ നബി അലൈഹി സ്വലാം, സക്കരിയ നബി അലൈഹി സ്വലാം അങ്ങനെ ചണ്ട് പൂലാക്കിട്ടല്ലേ ആൾമാർ കൊന്നുടെ. എത്ര ത്യാഗങ്ങളാണ് സഹിച്ചത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ സഹിച്ചെങ്കത്ത് ദീനിക്ക് വേണ്ടി റബ്ബുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്രയുണ്ടോ, എത്ര കഷ്ടങ്ങളാണ് സഹിച്ചത്. സ്വന്തരായത്തിൽ നിന്നിട്ട് സ്വത്ത് ദൂരാക്കിയിട്ട്, സ്വന്തം കുടുംബ ദൂരാക്കിയിട്ട്, എല്ലാത്തെയും ദൂരാക്കിയിട്ട് മദീനത്തേക്ക് പോകേണ്ടി വന്നിട്ടില്ലേ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ. എത്ര വലിയ ത്യാഗമാണ്. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ഹദീസിൽ ചൊല്ലു, ലഖദ് ഊദീതു ഫില്ലാ, അല്ലാഹുവിന്റെ വിഷയത്തിൽ അല്ലാഹു വേണ്ടിയിട്ട് എത്രയോ ഇടങ്ങേറാണ് സഹിക്കേണ്ടി വന്നത്. ഒമാ യൂദി അഹദുൻ, നന്റെ പോലത്തെ തൊന്തര ഈ ലോകത്തൊരാളെ കിട്ടിട്ടിക്കല. ഊഖിഫ്തു ഫില്ലാ, റബ്ബുക്ക് വേണ്ടി എത്രയോ പേടി തന്റെ ജീവിതത്തെ സഹിക്കേണ്ടി വന്നത്. ഒമാ യുഖാഫു അഹദുൻ, അത്ര പേടി ലോകത്തൊരാളുകൾ വന്നിട്ടിക്കല. നുപ്പ ചാവും നുപ്പ പോലും തണ്ടിൽ നിന്ന് കഞ്ഞു പോയിട്ട് സമാധി തിന്നുകൊണക്കൊരു ആഹാരില്ല. നണ്ടൊട്ടിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവും സമാധിക്ക് തിന്നുക ആഹാരില്ലാത്ത നുപ്പൊരു തിങ്ങലേന്നൊക്കെ കഞ്ഞു പോയിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ചെന്നുകൊണ്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്ലാം ദീനിന്റെ ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ത്യാഗ ചൊല്ലുമ്പോൾ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം കേട്ട് ഏകദേശം നിങ്ങൾക്ക് അതിൽ പിന്നെയും മുന്നലും അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിയങ്ങളെ ചരിത്രം എടുത്ത് നോക്കിയെങ്കിൽ, സ്വഹാബികളെ ചരിത്രം എടുത്ത് എല്ലാം ത്യാഗത്തിൽ നിറഞ്ഞെങ്കിൽ ജീവനായിട്ട് പല സുഖങ്ങൾ തികച്ചതാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ സ്വത്തും ദീനിക്ക് വേണ്ടി സമർപ്പിച്ചിട്ട്, എല്ലാം ദീനിക്ക് വേണ്ടി സമർപ്പിച്ചിട്ട്. ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസിദ്ധ സ്വഹാബിയാണ്. മക്കത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള യുവക്കാണ്. ചരിത്രം നിങ്ങൾ കേട്ടിരിക്കുവാറ് ഇതത്ര ടൈമുള്ള സൂചന ചെന്നോണ്ടുള്ള ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും ശക്തിയുള്ള, കണ്ടെങ്കാറും നോക്കി പോവാറ്, ആൺമക്യമേ നോക്കി പോവാറ്, അത്രയും സൗന്ദര്യമുള്ള നല്ല ധീരതയുള്ള എങ്കിൽ വലിയ സമ്പന്ന കുടുംബമായിട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ. പക്ഷേ ദീനിക്ക് വേണ്ടി റബ്ബുക്ക് വേണ്ടിയിട്ട് ആ സ്വത്ത് തികക്കേണ്ടി വന്ന്, അബ്ബ ഉമ്മ സ്വത്ത് കൊടുക്കാണ്ടിരിക്കുമ്പോൾ അത് വിട്ടു ദീന്റെ പരുവത്തിൽ വരേണ്ടി വന്ന്, ദീന്റെ പരുവത്തിൽ വന്ന് റായ വിടേണ്ടി വന്ന്. എന്നിട്ട് ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു തികച്ചിയോട് കിട്ടിയിട്ടുണ്ട് കൊണ്ടുണ്ടാ എന്തായിട്ടിക്കട് ജിൽദൽ ഹയ്യ, പാമ്പുടെ തോൽ ഊറില്ലെന്ന് കണ്ടല്ലേ, ചാരയുടെ തോൽ ഊറിലെന്നാ കണ്ടല്ലേ, അതുപോലെ മിസ്അബ് റളിയല്ലാഹു അൻഹു കഠിനമായ പ്രയാസം കൊണ്ടിട്ടു, കഠിനമായ ഹസിവ് കൊണ്ടിട്ടു. ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹുയുടെ തടിയിൽ നിന്നിട്ട് തോൽ വരേക്കും ഊരി പോയോണ്ടിരുന്നുണ്ടായിരിക്കട്. എന്നിട്ട് ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു ഇത്രയും കഷ്ടങ്ങൾ സഹിച്ചിട്ട് മക്കത്തിലും മദീനത്തിലും ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു നോക്കിങ്കാൽമാരെ കണ്ണിൽ തന്നെ വന്നുകൊണ്ടിരുന്നത്. ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ടൈമിലും മിസ്അബ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായ സൗന്ദര്യ യുവക്കായ ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ അണ്ടത്തെ നാൾ ഷഹീദായി പോകുമ്പോ തലക്കിട്ട് തുണി കാലുക പണ്ടില്ല, കാലിലെവിടെ സമാക്കുമ്പോ തലവൽ സമാവില്ല. ഈ നിലക്ക് ഒരു കഫന്റെ ഡ്രസ്സുക വരെ ബഹുമാനപ്പെട്ടവർക്ക് പൂർണ്ണമായ നിലക്ക് മറക്കുക സാധ്യമായിട്ടില്ല. അത്രയും കഷ്ടതകൾ നേരിട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളെ ചരിത്രമെല്ലാം എടുത്തു നോക്കിയെങ്കിൽ ഇതേ ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടുള്ളേ ആയതുകൊണ്ട് ചുരുക്കി ചെന്നുണ്ടായെങ്കിൽ കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ മുന്നൽ ഏറ്റവും നല്ല ഉമ്മത്താണ്, ഏറ്റവും നല്ല ഉമ്മത്താണ് നിങ്ങൾ. ആയതുകൊണ്ട് അത്രയും വലിയ ഉമ്മത്തുണ്ട്, ഖൈറായ ഉമ്മത്തുണ്ട് അറിയപ്പെട്ടെങ്കിൽ തന്നെ ഇണ്ട് ലോകത്തിൽ പലരെ മുന്നോലും, പല ആയുധങ്ങളെ മുന്നോലും, പല ശക്തിയുടെ മുന്നോലും, പല പൈസ മുന്നോലും, പല അധികാരത്തെ മുന്നോലും തല താത്തനുണ്ടായെങ്കിൽ ബഹുമാനപ്പെട്ട മഹാന്മാർ കാണിച്ച് ആ ത്യാഗജീവന ഞങ്ങളെ ഇല്ല ചൊല്ലതാണ് ഏറ്റവും വലിയൊരു കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ
ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, അതുപോലെ അമ്പിയാക്കൾ സ്വഹാബത്തിന് ചരിത്രങ്ങൾ പഠിച്ചിട്ട് ജീവിതത്തെ എല്ലാ ഹറാമായ സുഖങ്ങൾ ദൂരെ വെച്ചിട്ട് നല്ല അള്ളാഹുക്ക് വേണ്ടിയിട്ട് സമർപ്പനാക്കി ജീവിക്കുള്ളൂ. ഈമാനും തഖ്വയും അള്ളാഹു സുബ്ഹാനഹു വ തആല തരുമാറാകട്ടെ. ഇന്നത്തെ നാളിൽ ആ ഒരു സന്ദേശം ജീവിതത്തിൽ എന്നും എല്ലാ ടൈമും ഉൾക്കൊണ്ട് ജീവിക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.